നിമിഷപ്രിയയുടെ വധശിക്ഷ ഒഴിവാക്കാൻ ശ്രമം തുടരുകയാണ്. MLA പ്രമുഖ സൂഫി പണ്ഡിതനുമായി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നടത്തിയ ചർച്ചയിൽ പ്രതീക്ഷ ദയാധനം സ്വീകരിച്ച മാപ്പ് നൽകാനുള്ള സാധ്യത ആരാഞ്ഞു. കോടതി ഉത്തരവ് പ്രകാരം നിമിഷപ്രിയയുടെ വധശിക്ഷ 16-ാം തീയതി നടപ്പാക്കണം. താൽക്കാലിക നോർത്ത് MLA പ്രശസ്ത സൂഫി പണ്ഡിതനുമായി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ സംസാരിച്ചു എന്ന വിവരം നമുക്ക് ലഭിക്കുന്നു. സൂഫി പണ്ഡിതൻ ഷൈഖ് ഹബി ഉമർ ബിൻ ഹബിളുമായിട്ടാണ് അദ്ദേഹം സംസാരിച്ചത് എന്നാണ് കാന്തപുരം സംസാരിച്ചതാണ് വിവരം. ദീപക് ധർമ്മടം നമുക്കൊപ്പം ശരിയാണ്. ദീപക് ധർമ്മടം, യഥാർത്ഥത്തിൽ കാന്തപുരത്തിന്റെ ഇടപെടലിന് വലിയ സാധ്യത അവിടെ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നോർത്ത് MLA ഒക്കെ തന്നെ സ്വാധീനമുള്ള ആളാണ് ഈ സൂഫി പണ്ഡിതൻ. പറയൂ. SKN ഒരുപക്ഷെ ഈ നടത്തിയ ഇടപെടലുകളിൽ ഏറ്റവും ശ്രദ്ധേയമായ ഇടപെടൽ അല്ലെങ്കിൽ ഫലം കാണാൻ സാധ്യതയുള്ള ഇടപെടലുകളിൽ ഒന്നാണ് ഇപ്പോൾ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഗ്രാൻഡ് മുഫ്തി നടത്തിയ ഇടപെടൽ. ഈ ഉമർ ബിൻ ഫഖ്ലി അവിടെ വലിയ സ്വാധീനമുള്ള ഭരണകൂടത്തിൻ്റെ ഒരു ആത്മീയ ആചാര്യൻ എന്നുള്ള നിലയിൽ ഇടപെടുന്ന ഒരു സൂഫി പണ്ഡിതനാണ്. അദ്ദേഹവുമായി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർക്ക് വളരെ അടുത്ത ബന്ധമാണ്. കാരണം അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയും കാണുകയും കൂടിക്കാഴ്ച നടത്തുകയും ഈ മതപരമായ ആശയവിനിമയങ്ങൾ നടത്തുകയും ചെയ്യുന്ന ഒരാളാണ്. അത്തരമൊരു ഘട്ടത്തിൽ കാന്തപുരം ഉസ്താദ് അദ്ദേഹത്തോട് നേരിട്ട് സംസാരിച്ചു കഴിഞ്ഞു. അദ്ദേഹം ഇടപെടാമെന്ന് വാക്കും നൽകി കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് മർക്കസ് വൃത്തങ്ങളിൽ നിന്നും മനസ്സിലായത്. അങ്ങനെ നോക്കുമ്പോൾ ഈ നിമിഷപ്രിയയുടെ മോചനത്തിന് ഒരു മതപരമായ ഇടപെടൽ, അവിടെ പ്രത്യേകിച്ചും മതപരമായ സ്വാധീനമുള്ള ഭരണകൂടമാണ്. അങ്ങനെ ഒരു ഭരണകൂട ഇടപെടലിനുള്ള സാധ്യതയാണ് കാന്തപുരം AP അബൂബക്കർ. കാന്തപുരം AP ആയിട്ട് സംസാരിക്കാൻ കഴിഞ്ഞോ ദീപകിന്? SKN സംസാരിച്ചു. അതിൽ വളരെ കൃത്യമായി അദ്ദേഹം ഇടപെട്ട് കഴിഞ്ഞു എന്നുള്ളത് നമുക്ക് സ്ഥിരീകരിച്ച് വാർത്ത നൽകാൻ സാധിക്കും. കാരണം ഇത്രയും കാര്യങ്ങളിൽ അതായത് ചാണ്ടി ഉമ്മൻ അദ്ദേഹത്തോട് റിക്വസ്റ്റ് ചെയ്യുന്നു, ബ്ലഡ് മണി ഉൾപ്പെടെ നൽകി എങ്ങനെയെങ്കിലും നിമിഷപ്രിയയെ മോചിപ്പിക്കണമെന്ന റിക്വസ്റ്റും കാന്തപുരം ഇതിൽ ഇടപെടണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. മാത്രവുമല്ല മറ്റു ചില ഭരണാധിപന്മാരുമൊക്കെ കാന്തപുരവുമായി സംസാരിച്ചിരുന്നു. അത്തരമൊരു ഘട്ടത്തിൽ കാന്തപുരം നേരിട്ട് അദ്ദേഹത്തെ, ഈ സൂഫി പണ്ഡിതനെ വിളിക്കുകയായിരുന്നു. അദ്ദേഹത്തെ കിട്ടി, അദ്ദേഹത്തോട് സംസാരിച്ചു എന്നുള്ള വിവരമാണ് നമുക്ക് മർക്കസ് വൃത്തങ്ങളിൽ നിന്നും സ്ഥിരീകരിക്കാൻ കഴിഞ്ഞത്. SKN മാത്രമല്ല, ഈ ഘട്ടത്തിൽ ഏറ്റവും ശ്രദ്ധേയ ഇടപെടൽ കാന്തപുരത്തിൻ്റെതായിരിക്കും. കാരണം ഇദ്ദേഹത്തിന് ആ മേഖലയിലുള്ള സ്വാധീനം, അവിടുത്തെ ഭരണത്തിലുള്ള സ്വാധീനം, യമനുമായി ഏതെങ്കിലും രീതിയിലുള്ള ലൈസൻസ് പല മേഖലകൾക്കുമില്ല, പല സർക്കാരുകൾക്കുമില്ല. അത്തരമൊരു ഘട്ടത്തിൽ മതപരമായ ഒരു ഇടപെടൽ, ഒരു മതാധ്യക്ഷന്റെ ഇടപെടൽ വലിയ റിസൾട്ട് ഉണ്ടാകുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. വലിയ ഒരു സാധ്യത തുറക്കുന്നു എന്നുള്ളതാണ് വസ്തുത. SKN രാവിലെ തന്നെ ദീപക് ധർമ്മടം അദ്ദേഹത്തെ കാണുമോ? SKN അത് നമുക്ക് പ്രതീക്ഷിക്കാം.